മാൻ്റെ സ്പൈനാണിട്ടത്. ഇന്നലെ കിട്ടിയ സാധനം തന്നെ ഉണ്ടോ, നമ്മൾ കറങ്ങി അവിടെ തന്നെ എത്തി. ജോലൈൻ തൊടയിലെല്ലാം കേട്ടോ. മാൻ്റെ ആണ് മനുഷ്യൻ്റെ ആണ്. മാൻ്റെ കുറച്ച് കിട്ടി, ഫോട്ടോസ് കിട്ടിയിട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും കാട്ടിലോട്ട് കയറാൻ പോകണം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ അകത്താണ്. സോ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഒരു കാടിൻ്റെ അകത്താണ്. ഹൈദരാബാദിലെ തന്നെ ഏറ്റവും വലിയ കാട്ടിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 2000 ഏക്കറുണ്ട്. നമ്മൾ കാടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കാട്ടുപന്നി ഇപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പോയാ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാനിനെ തപ്പിപ്പോണം. നേരത്തെ ഒരു ദിവസം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മാനിനെ കണ്ട്, ബട്ട് നമുക്ക് അതിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാനില്ല. നമ്മുടെ അടുത്ത് ഫോക്കസ് ആണതിന് മുമ്പ് വിട്ട് കളഞ്ഞു. പുള്ളിമാനില്ലേ, ഇവിടെ ഉണ്ട് പുള്ളിമാൻ. ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കണം. അപ്പം നമ്മൾ ടെലിലെൻസ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതാണ്ട് ഇവിടെ എടുത്തിട്ട് മൂട്. അനന്തപുരം ഇപ്പോൾ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. കൂടെ നമ്മുടെ സേഫ്റ്റിക്ക് വന്ന പട്ടികളുണ്ട്. ഇവിടെയൊക്കെ മാനാൻ കേട്ടോ. പുൽമൈതാനം ഇവിടെയൊക്കെ അവർ വരാറുണ്ട്. കാട്ടുപന്നി കിടപ്പ്. നൈസ് ചെയ്തില്ലേ സ്ഥലം, കണ്ടമാട്ടാ. പുൽമൈതാനം പറ്റിയിട്ടാ. ഇവിടെയാണ് മാനുകൾ മെയിനായിട്ട് വരുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ ഇവന്മാരുണ്ട് നമ്മുടെ ഒപ്പമുള്ള 2 ഡോഗ്സ്. നേരത്തെ പ്രാവശ്യം വന്നപ്പോഴും വേറെ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. ഇവന്മാർ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി തന്നതാ. പിന്നെ ഇവന്മാർക്ക് കാട്ടിൽ കയറാം. ഇവിടെ കാട്ടിൻ്റെ അകത്തും പട്ടികളുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് ഒറ്റയ്ക്ക് ഒന്നും കയറാൻ പറ്റില്ല. ഇവന്മാർ കടിച്ചു പിടിക്കും. നമ്മുടെ പോയതുകൊണ്ട് ഇവന്മാർക്കും സേഫ്റ്റിയാണ്, നമുക്കും സേഫ്റ്റിയാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ്മെൻറ്റിൽ തന്നെ ഇല്ലല്ലേ. ഞാനേ ഇതൊരു വഴി ഉണ്ടാക്കാം. ഇതിനകത്തൊന്ന് കയറി നോക്കട്ടെ. അകത്തോണ്ട് ഓടിച്ചേർക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ ആദ്യത്തെ അകത്ത് കയറി നോക്കട്ടെ. ഇവിടെ എന്തായാലും റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഭാഗത്ത് എന്തായാലും ഒരു ടീം ഉണ്ടാവും, ആ ഭാഗത്ത് എന്തായാലും 2 ടീം ഉണ്ടാവും. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കൂടെ കയറാം. അവിടെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കൂടെ കയറിയിട്ട് നോക്കാം. ഇങ്ങോട്ട് വരുമായിരിക്കും. ഇവിടെ കുറേ ഇതുങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങൾ എനിക്കറിയാം. ഈ ഭാഗത്തൊക്കെ ആ ഭാഗത്തും ഉണ്ട്. ആ ഭാഗത്ത് നമുക്ക് പോയാൽ നോർമലായിട്ട് കാണാം. പക്ഷെ അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ വട്ടം കിട്ടത്തില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഞാൻ ഈ സൈഡൊന്ന് കയറി നോക്കാം. അവിടെ പോയി നമുക്ക് ആദ്യം നോക്കിയിട്ട് ഈ സൈഡ് ഇവിടെ വന്നിട്ട് ഇതിനകത്തൊന്ന് കയറി നോക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ എവിടെയും നിന്നാൽ മതി. തിരിച്ചു വരുമ്പോൾ മാറി നിന്നാൽ മതി. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തൂടെ കയറിയിട്ട് ഓടിച്ചിറക്കാൻ നോക്കാം. മനസ്സിലായി? ഇല്ല പിന്നെ കൂടുതലും സാധനങ്ങൾ പിന്നെ അതിനകത്ത് അങ്ങോട്ടായിരിക്കും ഉണ്ടാവും. അങ്ങോട്ട് നമുക്ക് പോവാം. പക്ഷെ അവിടോട്ട് പോയാൽ വെട്ടത്തിന്റെ കുറവൊരു വിഷയമാണ്. പിന്നെ ഈ സാധനം എല്ലാം പൊളിച്ച് പുതിയതായിട്ട് ഇത് ചെയ്തിട്ടേക്കുവാ. എന്ന് വെച്ചാൽ ഇവിടെ ഹിറ്റാച്ചി വന്ന് നിരത്തിയതാണ് ഈ ഭാഗം. അതുകൊണ്ട് ഇവിടുത്തെ വഴികളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പുതിയ വഴിയെ എങ്ങനെ പുല്ല് കളിച്ച് കിടക്കുന്ന പാറ എന്തോരം ഉണ്ടെന്നൊന്നും നമുക്ക് ധാരണയില്ല. കയറി നമുക്ക് തപ്പല് ടാസ്കാ. പിന്നെ ഈ പുഴ ഇപ്പോൾ ക്രോസ് ചെയ്യാനും ടാസ്കാ. ഇവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയില്ലേ, ആ പുഴ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇതിൽ പോകാൻ പറ്റും, പക്ഷെ ക്രോസ് ചെയ്യുന്നത് ടാസ്ക് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ പോയി നോക്കാം. ആ സൈഡിലുണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെ വെള്ളം അല്ലല്ല, അതെ അമ്മമാര് പോയിട്ട് തന്നെ ഉണ്ടല്ലോ. നമ്മൾ കുറച്ച് ലാഗ് അടിക്കുമ്പോൾ അമ്മമാര് വന്ന് മഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. തിരിച്ചു പോയിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവട്ടെ. മാൻ്റെ കാൽപ്പാടം കേട്ടോ. എന്നാ അങ്ങോട്ട് കിട്ടും. ഫോട്ടോ എടുക്കുന്നവർ പോയി ഫോട്ടോ എടുത്തോ. ഞങ്ങൾ അപ്പോഴത്തേന് സാധനത്തിന് തപ്പി ഇറക്കി ഇവിടെ എത്തിച്ചേരാം. ഓടിച്ചിറക്കാം. സീനില്ല, അതൊന്നും പ്രശ്നമില്ല. സെറ്റ് ചെയ്തരാം. മാൻ്റെ കാൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അവനവിടെ പോയി വെള്ളം കുടിക്കാനുള്ള ചീത്ത വെള്ളമുണ്ട്.
ഇങ്ങനെ കാട്ടിൽ നിന്ന് 2 മയിലിൻ്റെ പീലി ഇട്ടിട്ടുണ്ട് കേട്ടോ. പഴയതാണ്, പഴക്കമുണ്ട്. നേരെ ഇനി മാന കാണാം. ഇതൊക്കെ കാട്ടുപന്നിയൊക്കെ ഇങ്ങനെ കിടക്കണ സ്ഥലം കേട്ടോ. മീൻസ് ചൂടെടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് കിടക്കില്ലേ, അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. എന്താ കുത്തി കുത്തി കടന്നലാണെന്ന് തോന്നുന്നു. കമ്പല്ല, കട്ടുകഴപ്പന് കുത്തിയിട്ടുണ്ടോ. പണി കിട്ടി. തേനീച്ചയാണോ കടന്നലാണെന്നറിയില്ല. എന്താ കുത്തി മുതുകുത്ത് കാട്ടിലൊക്കെ കയറുമ്പോൾ എല്ലാവരും നോക്കി കയറട്ടോ. മുതുകത്ത് എന്തോ കടന്നല കുത്തിയെന്ന് തോന്നുന്നു. കടന്നല തേനീച്ച എന്തോ കുത്തി. മുതുകത്ത് ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. നമ്മുടെ ഒപ്പം വന്ന ഡോഗ്സ് ഇല്ലേ, അവന്മാരെ കാണുന്നില്ല കേട്ടോ. റൈറ്റ് സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. മാർക്കെല്ലാം പറ്റിയ ഇവിടെയാണ് കാട്ടുപന്നിയൊക്കെ ഉള്ള കേട്ടോ. ഇവിടെ ചെളിയൊക്കെ വന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ. പന്നിയാ എന്തെങ്കിലുമൊക്കെ ഇരിക്കുള്ളൂ. ഇത് മെയിൻ സ്പോട്ടാ. ഇവിടെ പന്നി ഉണ്ടാവും. നല്ല കുറച്ച് കിട്ടി. ഫോട്ടോസ് കിട്ടിട്ടോ. ഫോട്ടോസ് ആണെങ്കിൽ ഇൻസ്റ്റയ്ക്ക് ചെയ്യാൻ മതി. ഓടിപ്പോണത് അവിടെ നിൽക്കണം. കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നീ കിട്ടുമോ നോക്കാം. ഇതൊക്കെ മാൻ കിടക്കണ സ്പോട്ടുണ്ടോ. ഉമ്മാരാണ് മണി പറ്റിച്ച്. മാനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന്. ഉമ്മാർക്ക് പിടിക്കാനും പറ്റൂല. ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ കിട്ടിയിട്ടോ. അടുത്ത സ്പോട്ട് കേട്ടോ, മാനൊക്കെ കിടക്കണം. ഇതൊക്കെ ഇവരുടെ വഴിയാ. ഈ ഒരു ഏരിയയൊക്കെ വീഡിയോ എടുത്ത് അടുത്ത നല്ല മാൻകൂട്ടത്തിൽ കിട്ടിയ കൊള്ളാമായിരുന്നു. ഇപ്പം നമ്മൾ കണ്ടത് 2 മാനെ കണ്ട്, പിന്നെ അവിടെ മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. അനന്തപുറയാണ് നമ്മുടെ വഴികാട്ടി. അപ്പോൾ മച്ചാനാണ് ഈ സ്ഥലമൊക്കെ നല്ല രീതിയിൽ അറിയണം, കാടൊക്കെ. പുള്ളിയുടെ ഒരു ഗൈഡൻസിൽ നമ്മളെല്ലാവരും പോകുന്നു. വഴി കണ്ടുപിടിക്കുക ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഡയറക്ഷൻ എങ്ങോട്ട് നോക്കിയാലും സെയിം പോലെ ഇതിൻ്റെ അകത്ത്. മാൻ്റെ സ്പൈനാണ് കേട്ടത്. ഇതൊക്കെ നമ്മളെടുത്തോട്ട് തന്നെ ഇല്ലീല തൂക്കും. ഇവിടെ കൊമ്പൊക്കെ കിടപ്പുണ്ടാവും കേട്ടോ. കൊമ്പ്, സ്കള്ള്, നല്ല സാധനമൊക്കെ. എന്താ കിട്ടിയത്? ജോയല്ലേ? ആ, ഇന്നലെ കിട്ടിയ സാധനം തന്നെ ഉണ്ടോ. നമ്മൾ കറങ്ങി അവിടെ തന്നെ എത്തി. ജോലൈൻ ഇത്ര ഉണ്ടല്ലേ, കൊള്ളാം. നമുക്കിങ്ങനെ മാൻ്റെ ഇല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ജോയിലിന്
ഇത് എവിടത്തെ ഇതെന്താ തൊടേൻ്റെ തൊടയിലെല്ലാം കേട്ടോ. മാൻ്റെയാണ് മനുഷ്യൻ്റെ ആണ്. മാൻ്റെ നമ്മളിങ്ങനെ ഇപ്പോൾ മാനെയൊക്കെ കണ്ട മൈതാനമില്ലേ അവിടെ കിടക്കുന്നുണ്ടോ, അവരവിടെ ഇരിക്കുന്നുണ്ട്. ലൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങും കേട്ടോ. ഇപ്പോൾ ഒരു സമയം 7 മണിയായിട്ടുണ്ട്. ഇനി മാൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടി. അങ്ങനെ ഇവിടെ മൂന്നൊക്കെ കാണാം. മൂന്നിൻ്റെ വ്യൂവും കണ്ടൊക്കെ ഇരിക്കണേ ഇവിടെ തന്നെ കേട്ടോ. ഇമാരാണ് മാന ഓടിച്ചു വന്നത്. എല്ലാവരും ഇവിടെ ഇരിക്കണേ. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് അടിപൊളി. ഞാൻ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്നോട് ചോദിക്കില്ല ഇവിടെ കിടന്ന് ഉറങ്ങിയോളൂ. ബെറ്റർ ഗ്യാങ്ങിൻ്റെ ലീഡറാണ് ഞാൻ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് മയിൽപ്പീലി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എന്തായാലും ഗുഡ് ബൈ.